നമസ്കാരം ഗൈസ്, ആർജിയാണ്. നമ്മൾ കണിയാപുരത്ത് നിന്ന് പോവാണ്. ഇന്നത്തെ ട്രാവൽ വ്ലോഗ് തീർന്നു. അപ്പോൾ ഇന്നലെ ജസ്റ്റ് ഇവിടെ സ്റ്റേ അടിച്ച് കമ്പനി അടിക്കാൻ വന്നതാണ്. പിള്ളേരൊക്കെ ആയിട്ട് കമ്പനി അടിച്ച് നമ്മൾ തിരിച്ച് പോവാണ്. നമുക്കിനി ഇവിടെ നിന്ന് നെടുമങ്ങാട് പോയിട്ട് അവിടെ നിന്ന് അടുത്ത ആളുടെ വീട്ടിൽ പോകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പിന്നെ അടുത്ത വലിയൊരു ട്രാവൽ പോകാനുണ്ട് കൊച്ചിയിലേക്ക്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. തീർന്നു ഗൈസ്. നമ്മൾ റെയിൽവേ ക്രോസിലാണ് പോയിട്ട് വരാം. നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് ഫുള്ളും റെയിൽവേ ക്രോസ് കടക്കാൻ വേണ്ടി പോയാ. അപ്പോൾ ഞങ്ങൾ ക്ലോസ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് രണ്ടാമത്തെ ട്രെയിനും പോയി. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഇത്രയും വണ്ടികൾ ബ്ലോക്കിൽ കിടക്കുന്നത്. അപ്പുറം ഇപ്പുറവും അങ്ങറ്റം വരെ ബ്ലോക്കാണ്. എന്നിട്ട് ആ റെയിൽവേ ക്രോസ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇത് മാറത്തുള്ളൂ. അപ്പോഴത്തേക്കും അടുത്ത റെയിൽവേ ക്രോസ് വരും. ആഹാ, ചീത്ത പറയുന്നുണ്ട്. നാറുകൾക്ക് ഒരു പാലം പണിതൂടെ ഒന്ന് ചീത്ത പറയുന്നുണ്ടെന്ന്. അവിടെ കിടന്ന് റിവേഴ്സ് എടുക്കുന്ന ചേട്ടൻ്റെ കഴിവിനെ ഞാൻ സമ്മതിക്കുന്നു. നമ്മൾ നടന്ന് എവിടെയൊക്കെയോ എത്താറായിരുന്നു. നമ്മളങ്ങനെ മെയിൻ റോഡിൻ്റെ അവിടെ എത്താറായി. തിരുവനന്തപുരം ബസ് ഇറങ്ങി നമുക്ക് പോവാം. നമുക്ക് തിരുവനന്തപുരം തന്നെ വേണമെന്നില്ല, കിഴക്കേക്കോട്ട ബസ് കയറിയാലും മതി. എന്തായാലും നോക്കാം. അപ്പം നമ്മൾ കൊച്ചി എളുപ്പകാലത്ത് എത്തി. നമ്മൾ ഹൈവേയിലെത്തി. നമ്മുടെ യാത്രയുടെ പ്രത്യേകത എന്താണ്? ചിലവ് ചുരുക്കുന്ന പേരിൽ നമ്മൾ എല്ലായിടത്തും നടന്നായിരിക്കും പോകുന്നത്. പറഞ്ഞ പോലെ യാത്രകൾക്ക് എപ്പോഴും ചിലവ് ചുരുക്കാൻ ശ്രമിക്കുക മാക്സിമം. അതാകുമ്പോൾ യാത്ര വളരെ ഭംഗിയുള്ളതായിരിക്കും. ഓക്കെ, എന്തായാലും ആ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ്. നമ്മളതിന് റോഡൊക്കെ ക്ലോസ് ചെയ്ത് കാണുന്നതാണ് നമ്മുടെ കണിയാപുരം ഓട്ടോ സ്റ്റാൻഡ്. ഇത് നമ്മുടെ ആലുംമൂട് ഗവൺമെൻറ് LP സ്കൂൾ ഓഡിറ്റോറിയം. അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ പോകുന്നത് ബസ് സ്റ്റാൻഡിലേക്കാണ്. അവിടെ നിന്ന് ബസ് കയറി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫൈനൽ കേസ് നമ്മൾ ബസ് കയറി. ആദ്യം ഏറ്റവും ബാക്കിലാണ് നിൽക്കുന്നത്. എന്നാ സൗണ്ടാണ്. ഇവിടെ നേരെ തിരുവനന്തപുരത്ത് പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. നമ്മൾ ഫൈനലി ഇതിപ്പോൾ കഴക്കൂട്ടമാണ്, ലുലു മാളിലോട്ട് പോകുന്ന വഴി. നമ്മളിവിടെ കഴക്കൂട്ടം എയർപോർട്ട് ടെക്നോ പാർക്ക് ആ വഴിക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ലെഫ്റ്റാണ്. നോക്കാം. ലെഫ്റ്റ്.
നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ഇവിടെ തന്നെ ക്ഷേത്രം, ഗണപതിയുടെ ക്ഷേത്രമുണ്ട്. ഇത് സ്റ്റാൻഡാണ്, ചെറിയ പ്രൈവറ്റും ഗവൺമെൻറ്റും ഒക്കെ നിൽക്കുന്ന സ്റ്റാൻഡാണ്. കുറച്ചും കൂടെ ഉള്ളു നമുക്ക് തിരുവനന്തപുരത്ത് എത്താൻ വേണ്ടി, വളരെ കുറച്ച് മാത്രം. നമ്മൾ നമ്മൾ പാളയെത്തിയിരിക്കുന്നു. ഫൈനൽ കേസ് നമ്മളിവിടെ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരുടെ ഇവിടെ കുത്തി പറക്കലാണ് പരിപാടി. ആ നീങ്ങിയില്ല, കാക്കയാണ് തൂറിയത്. ഓ കാക്ക തൂറി, ആ കാക്ക തൂറി തെറിപ്പിച്ച് ആർജയുടെ കയ്യിൽ തീട്ടം തെറിച്ചു. ഞാൻ കാണിച്ചു തരാം. ഇതാ ഐ തേച്ച് അങ്ങോട്ട്. കാക്കയ്ക്ക് രാവിലെ ഒരു ഷഡ്ഡി ഇട്ടുകൂടിയതിന് എന്തായാലും നോക്കാം കഴിച്ച്. നമുക്ക് ഇവിടെ നടന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് അല്ലേ. ഫുഡ് കഴിക്കണ്ടേ? എനിക്ക് വിശക്കാണ്. ഞാനിപ്പോ കരയും. എനിക്കെന്തെങ്കിലും വാങ്ങിത്താ. കഴിച്ച് ഇവിടെ പൂരിയൊക്കെ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നു. എന്തായാലും നോക്കാം. അതുപോലെ തന്നെ നമ്മൾ തിരുവനന്തപുരത്ത് വരുന്നൊരു മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സ്നാക്സിൻ്റെ ഷോപ്പാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് അണ്ണന്മാരുടെ കടയാണ്. പക്ഷേ പൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ്. കാരണം രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദോശ ചമ്മന്തി അങ്ങനെ ഉണ്ടാവും. നല്ല ടേസ്റ്റായിട്ടുള്ള ചുടാ കിട്ടും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കയ്യിലൊരു 100 രൂപ കരുതിയിട്ട് വേണം തിന്നാൻ നിൽക്കുക. അല്ലെങ്കിൽ നമ്മൾ വയറിയാതെ തിന്നും പോവും, പൈസയും തികയത്തില്ല. അത് കാരണമാണ്. അപ്പോൾ എനിവേ പൊളി ഫുഡാണ്. അതുപോലെ തന്നെ ഈ എന്താ പറയുക ഗ്രാൻഡ്
ഇതിവിടെ ഇരിക്കുന്ന ഈ ഇതും അതുപോലെ തന്നെയാണ്. നല്ല ഫുഡൊക്കെയാണ്. പക്ഷെ ഇവിടുത്തെ ഫുഡ് കഴിക്കാം. ഇവിടുത്തെ ഫുഡ് നല്ല ഫുഡാണ്. നോക്കാം, ഇവിടെ നിന്നാണ് കഴിക്കണം. സെൽഫ് സർവീസ് ആണ്. നോക്കാം ഗൈസ്. അപ്പം നമ്മൾ നടന്ന് മേളിലോട്ട് ഉള്ള വഴിയിലോട്ട് പോവുകയാണ്. സിഗ്നലിൻ്റെ അവിടെ നിന്ന് മുകളിലുള്ള ബസ് സ്റ്റോപ്പിലാണ് നിൽക്കാനുള്ളത്. അപ്പോൾ നമ്മൾ നടന്ന് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അച്ഛൻ ബാലൻസ് ചെയ്ത് പോകണമൊക്കെ അത്രയും വെയിറ്റുള്ള സാധനമൊക്കെ. ഗൈസ്, ഇവിടെയാണ് ബജാജിൻ്റെ ഓഫീസുള്ളത് കേട്ടോ. തിരുവനന്തപുരത്ത് ബജാജിൻ്റെ ഹെഡ് ഓഫീസ് അറിഞ്ഞിടാത്തവർ ഇതാ ഈ കാണുന്നതാണ് ബജാജിൻ്റെ ഓഫീസ്. ഈ റെഡ്. അപ്പോൾ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ ഇവിടെ വന്നാൽ മതി. ബജാജിൻ്റെ ഓഫീസിൽ നേരിട്ട് വന്ന് നമുക്ക് പണം അടയ്ക്കാനും ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാനും ലോൺ എടുക്കാനും. വെയിറ്റ് ചെയ്യാം. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നടന്ന് മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സൈഡിലും പോസ്റ്റ്, അതിൻ്റെ കറക്റ്റ് ചോട്ടിൽ തന്നെ ഓരോരുത്തരും ഭിക്ഷ എടുക്കാനും. ഇപ്പം ഞാനൊരു ഭിക്ഷക്കാരി പോലെയാണ്. അതുകൊണ്ട് ഞാനെന്താ, എൻ്റെ കയ്യിലൊന്നുമില്ല. ഉള്ള സമയത്ത് എൻ്റെ അടുത്ത് 1000 ദിവസം ഞാൻ കൊടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കൊടുക്കുന്നവന് എപ്പോഴും ഒന്നും ഉണ്ടാകത്തുമില്ലല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദാനം ചെയ്യുന്നത് ആപത്തിൽ നിന്നും രക്ഷിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ദാനം ചെയ്യാൻ പോലും എനിക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോ ആപത്തുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി നമുക്ക് നടന്ന് ബസ് കയറി പോകാം. കഴിച്ച് ഇവിടെ നിന്ന് ആർജൻ്റെ ഫോളോവർ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുത്തോളാം. പറ, എന്താ പേരെന്താ? ആരോമൽ. ഇവിടെ തന്നെയാണോ വീട്? ഞാൻ നിന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ കണ്ടോ, നിന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാന്ന്. അപ്പം ഗൈസ്, അപ്പയും പരിചയപ്പെട്ട് പോയി. നമ്മളിവിടുന്ന് താഴോട്ട് നടക്കുകയാണ്. കാരണം അവിടെയാണ് ബസ് സ്റ്റോപ്പ്. അതന്നെ. അപ്പോൾ ഇവിടെ നിന്ന് വെള്ളനാടുക്കൊക്കെ ബസ്സുണ്ട്. മൈ ഗോഡ്. പറയൂ. ബംഗാളികളൊക്കെ വന്ന് ഓട്ടോറിക്ഷ ഓട്ടിച്ച് ജീവിക്കുന്നു. കണ്ടു പഠിക്കണം. ആർജെ എന്നാണ് എല്ലാം ശരിയാവണ്? അത് ശരി കഴിഞ്ഞിട്ട് എല്ലാം ശരിയായിട്ട് വേണം ജോലിക്ക് ആർജനൊക്കെ. എന്നിട്ടാണ് എനിക്ക് വീട്ടിൽ സുഖിക്കാണെന്ന്. അപ്പം എന്തായാലും നമുക്ക് പോയിട്ട് കാണാം. നടന്ന് നമ്മൾ അങ്ങനെ ഈസ്റ്റ് പോയിട്ട് എത്തിയിരിക്കാൻ. ഇതാണ് നമ്മുടെ ഗണപതി ക്ഷേത്രം. ഇതാണ്. ഒരു പ്രാവശ്യം നമ്മളിവിടെ കയറി ഞാൻ ഒരു തേങ്ങ അടച്ചു. അല്ല കേട്ടാ, ഇവിടെ വന്ന് തേങ്ങ അടച്ചതിന് ശേഷമല്ല ആർജെ. അവിടെ നിന്ന് ഇവിടെ ഫുള്ളും തേങ്ങാ കച്ചവടവും അതുപോലെ തന്നെ ഗണപതിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലമാണ്. കറുകപ്പുല്ല് അതുപോലെ തന്നെ നാരങ്ങമാല അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കൂടുതലും വിൽക്കുന്നത്. ഇനി നടന്ന് പോവാം. എനിക്കിഷ്ടമാണ് റോസാപ്പൂസ് ഇങ്ങനെ പോകും. എൻ്റെ മുടി ചേട്ടൻ എങ്ങനെ തോന്നി എൻ്റെ അടുത്ത് ചോദിക്കാൻ പോവെന്ന്? ഞാൻ മൊട്ടത്തലയാണ് കേട്ടോ. ആ ചേട്ടൻ ചോദിച്ചത് കേട്ടോ, പോവെന്ന്. എൻ്റെ ഈ മൊട്ടത്തല നോക്കിയിട്ട് ചിലപ്പോൾ സ്കൂൾ കുട്ടിയെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. നോക്കാം. ഇവിടുന്ന് ബസ് കയറി പോകണം ഗൈസ്. ആ കാണുന്നതാണ് നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രം. നമ്മളതിൻ്റെ വാതിൽക്കലാണുള്ളത്. നമ്മളിപ്പോൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ കവാടത്തിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് അങ്ങനെ ഇവിടെ പത്മനാഭ സ്വാമി ക്ഷേത്രം ഇതുവരെ ആർജെ പോയിട്ടില്ല. നമുക്കൊരു ദിവസം പോകണം. അപ്പോൾ എന്തായാലും ശരിക്കും ഏകാദശിക്കൊക്കെ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയാറുണ്ട്. എന്തായാലും നോക്കാം.
ഞങ്ങളെന്തായാലും ഇപ്പം ഞങ്ങൾ നടന്ന് ബസ് കയറാൻ വേണ്ടി നോക്കട്ടെ. ആദ്യം അവിടെ നിന്ന് തിരിഞ്ഞും മറിഞ്ഞും കളിക്കുകയാണ്. നമ്മൾ ശരിക്കും താഴെന്ന് ലിഫ്റ്റ് കയറി ഇങ്ങനെ വന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടും പോകാനുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോകാനുണ്ട്. ആജ് വരുന്നുണ്ടോ? ആർജ് തെക്കും വടക്കും നടന്ന് ഫോട്ടോ എടുക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാം. ഇന്ന് ബസ്സെല്ലാം കർക്കിടകമായതുകൊണ്ട് തിരുവല്ലത്തോട്ടാണ് എല്ലാം നിൽക്കണം. അത്രയും ബാക്കിയുള്ള ബസ്സിനുള്ള ആൾക്കാരൊക്കെ ഇവിടെ കാത്തിരിക്കുകയാണ്. നമുക്കിത് നോക്കിയിടാം. അപ്പോൾ എല്ലാ ബസ്സും തിരുവല്ല ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം, അങ്ങനെയാണ് എല്ലാം. അപ്പോൾ എന്താ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഫൈനലി കേസ് നമ്മൾ വേങ്ങാട് ബസ് കയറി നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നമ്മുടെ അവിടെ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ചേച്ചിയായിട്ട് അങ്ങനെ കമ്പനിയൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ സാമ്രാജ്യമായ, നമ്മുടെ ലോകമായ, നമ്മുടെ സ്വന്തം സാമ്രാജ്യത്തിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കും. പ്ലാൻ വീണ്ടും മാറി. പ്ലാനിൽ എപ്പോഴും ചേഞ്ച് ആക്കി. എല്ലാം ടിസ്റ്റോ ടിസ്റ്റ് മഞ്ഞപ്പിത്തം ഉണ്ടോ? ഞാൻ മഞ്ഞച്ചിരിക്കുന്നു. നിങ്ങൾ തന്നെ പറയും ഞാൻ മഞ്ഞച്ചിരിക്കുന്നില്ലേ. ഫിൽറ്റർ ഒന്നും അല്ല കേട്ടോ, ഇത് നോർമൽ ക്യാമറയാണ്. അപ്പോൾ ഫോണിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇനി ഫോണിൻ്റെ പ്രശ്നം. എനിവേ എന്തായാലും നമ്മുടെ ഓരോ കാര്യത്തിലും ടിസ്റ്റൊക്കെയാണ്. എനിവേ നമ്മൾ ഇനി വിളിച്ചിരിക്കുന്ന ആൾക്കാർ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് ഞങ്ങൾ കാണുന്ന വ്യക്തികളാണ്. യെസ്, കട്ട വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ വിചാരിച്ചപ്പോൾ കാണാൻ പറ്റിയൊരു ഇപ്പോൾ ഭയങ്കര കമ്പനി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മീറ്റപ്പ് ചെയ്യണം. നമുക്ക് എന്തായാലും അതിനുള്ള വരുമാനമൊക്കെ വെരി ലോങ് ഡിസ്റ്റൻസ്. വയനാടല്ല ശരിക്കും അവരുടെ വീട് കോഴിക്കോടാണ്. പലരും പല സ്ഥലത്തുള്ളതാണ്. പക്ഷേ നമ്മളിന്ന് മീറ്റപ്പ് ചെയ്യാൻ പോകുന്നത് എനിക്കിങ്ങനെ ഫാൻസ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പഴനിയിൽ പോകാൻ വേണ്ടിയിട്ട് എനിക്കൊരു ചെറിയൊരു ഓഫർ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ പഴനി പോയിട്ട് സർജറിക്കൊന്നും ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നിട്ടില്ല. അതിന് മുമ്പേ തന്നെ ഞാൻ മുട്ട അടിക്കും. കാരണം എനിക്ക് മുടി വളർത്തണം. ആദ്യം മുട്ട അടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും മുട്ടയടിക്കണം. അപ്പോൾ ഇച്ചിരി നേരത്തെ അങ്ങ് അടിക്കാൻ കഴിയും. കൈക്കൂലി കൊടുത്തിട്ട് നേരെ ആവുന്നൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഇപ്പോൾ പറഞ്ഞതല്ലേ, നമ്മൾ പറഞ്ഞ ബാക്കി പാലിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ എന്തായാലും അപ്പൊ വീണ്ടും നമുക്ക് പുതിയൊരു ബ്ലോഗായിട്ട് കാണുന്നവരെ അപ്പൊ ഫൈനൽ കേസ് നമ്മൾ എവിടെയാണ് വരേണ്ടത് ആ സ്ഥലത്ത് എത്തി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അല്ലേ. നമ്മളിനി ഇവിടുന്ന് എങ്ങോട്ടാ കാസ്? നമ്മളിവിടുന്ന് എങ്ങോട്ടാ? നമ്മളിനി ഇവിടെ നിങ്ങളുടെ സുധിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നു. തിരിച്ച് പോകണം. നമുക്ക് ഇനി തിരിച്ച് വീട്ടിൽ പോയാലേ പറ്റുള്ളൂ. നാളെ നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട്, നമ്മളെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ താമസം കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രോം ആർജെ ഗൈസ്. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും താമസം തന്നെ കാണാം.